നമ്മുടെ പല ചർച്ചകളിലും ടി ജി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ തദ്ദേശീയമായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഇന്ത്യൻ ഫേസ്ബുക്ക്, ഇന്ത്യൻ യൂട്യൂബ് ഒക്കെ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ വന്നതാണ് നമ്മുടെ കു എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ കർഷക സമരമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരും BJPയും ഒക്കെ വല്ലാതെ പ്രൊമോട്ട് ചെയ്തു. പക്ഷേ അതാ ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞപ്പോൾ കു അടച്ചുപൂട്ടുകയാണ്. എങ്ങനെ ഇന്ത്യൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും? ഈ കൂവിന് പറ്റിയത് അവർ ഡിസോണസ്റ്റായിട്ട് പെരുമാറി ടു ഇൻക്രീസ് ദെയർ ബിസിനസ്. ഇതില്ലാതെ തന്നെ അവർക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാമായിരുന്നു. പക്ഷെ അവർ ഓവർ എക്സൈറ്റഡായി. ഞാൻ കൂവിൽ കയറിയിരുന്നു. ഞാൻ കൂടുതലും ട്വിറ്ററിലാണ്. സ്വാഭാവികമായിട്ട് ഞാൻ കൂവിൽ കയറി കൂ തന്നെ ഉപയോഗിച്ചു കുറച്ച് ദിവസം. പക്ഷെ ഞാൻ കയറി ഒരു 4ാമത്തെ ദിവസം ഈ കൂവിൻ്റെ ഒരു പ്രത്യേകത, അവർ നിരന്തരം ഇമെയിലിൽ നോട്ടിഫിക്കേഷൻ അയക്കും. എൻ്റെ മൊബൈലിലെ നോട്ടിഫിക്കേഷൻ, എല്ലാ നോട്ടിഫിക്കേഷനും ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഒരു നോട്ടിഫിക്കേഷനും എനിക്കിഷ്ടമല്ല എൻ്റെ മൊബൈലിൽ വരുന്നത്. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ ട്വിറ്ററോ ഫേസ്ബുക്കോ വാട്സാപ്പോ ഒക്കെ കയറി നോക്കും എന്നുള്ളതല്ലാതെ അവരെന്നെ ദാ ഇയാൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ഇതാണ് എൻ്റെ പേഴ്സണൽ, നമ്മളെല്ലാം പേഴ്സണലൈസ്ഡ് ഫോണാണല്ലോ. സോ ഐ ഡിസൈഡ് ഐ ഡോണ്ട് നീഡ് എനി നോട്ടിഫിക്കേഷൻ വാട്ട്സെവർ. വാട്സാപ്പാണ് ഞാൻ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നത്. അത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ അറിയപ്പെടുന്നത് വെടിവെച്ചിട്ട് പിന്നെ എന്ന് പറയണം ആ ചേട്ടൻ്റെ അടുത്ത്. വാട്സാപ്പ് മെസ്സേജ് അയക്കണം, എന്നിട്ട് വിളിച്ച് പറയണം, ചേട്ടാ ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പം ഞാൻ കയറി ഞാൻ നോക്കില്ല. അപ്പോൾ അതെൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്. ഞാനൊരു വാട്സാപ്പ് അങ്ങനെ ഒരു സീരിയസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഉപയോഗിക്കാറുമില്ല. എന്തുവായിക്കോട്ടെ, അതെൻ്റെ പ്രിഫറൻസ്. കൂ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഈ നോട്ടിഫിക്കേഷൻസ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കൂ എൻ്റെ ഇമെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ അയച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് പല ആവശ്യങ്ങൾക്ക് പല ഇമെയിലുണ്ട്, ഒന്നിലധികം ഇമെയിലുകൾ എനിക്കുണ്ട്. ഇതിലെൻ്റെ പ്രധാനപ്പെട്ട ഇമെയിൽ, ഞാൻ കോടതി കാര്യങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു ഇമെയിലുണ്ട്. ഇതിൻ്റെ ഐഡിയാണ് ഇവർക്ക് കൊടുത്തത്. നിർഭാഗ്യവശാൽ അബദ്ധം പറ്റി ഇതെല്ലാം കൂടെ അങ്ങ് നോട്ടിഫിക്കേഷൻസ് എല്ലാം കൂടെ ഇമെയിലിടാൻ തുടങ്ങി. ഐ വാസ് ഡിസ്റ്റർബ്. പക്ഷേ ഞാൻ വിചാരിച്ചു ശരി പോട്ടെ, കൊടുത്തുപോയി, അതുകൊണ്ട് അതിങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ അത് മറഞ്ഞു പോകുമല്ലോ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ RV2000 എന്ന് പറഞ്ഞൊരു ഹാൻഡിലുണ്ട്. അത് വൈദ്യനാഥൻ, പ്രൊഫസർ വൈദ്യനാഥൻ, ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത, ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനമൊക്കെ എഴുതുന്ന, ഈസ് എ ഹൈ ഇൻ്റലക്ച്വൽ. അതേസമയം അതിനൊത്ത തമാശയും, എല്ലാം തമാശയിൽ പറയുള്ളൂ. വളരെ രസമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ. അപൂർവം ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു, നിങ്ങൾ വായിക്കണമെന്നില്ല, പക്ഷേ ഈ പുസ്തകം വാങ്ങണം, എനിക്ക് ഇത്ര രൂപ ചിലവായിട്ടുണ്ട്, അതെങ്കിലും തിരിച്ചു തരണം എന്ന് പറഞ്ഞ് എഴുതിയ മഹാനാണ്. അത്രയ്ക്ക് രസികനാണ് വൈദ്യനാഥൻ. വൈദ്യനാഥൻ എന്നെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് നോട്ടിഫിക്കേഷൻ. വൈദ്യനാഥൻ എന്നെ ഫോളോ ചെയ്യാനുള്ള ആ വലിപ്പം എനിക്കില്ല. ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മുടെ പുറകെ വരുന്നു എന്നൊന്നും അല്ല അർത്ഥം. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ വാട്ട് യു ആർ റൈറ്റിംഗ്, ഇതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ വൈദ്യനാഥൻ ഗെറ്റിംഗ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ റൈറ്റിംഗ് ഈസ് ആൻ അൺയൂഷ്വൽ തിങ് ടു ഹാപ്പൻ ഇൻ ദ വേൾഡ്. വൈദ്യനാഥനെ എനിക്കറിയാം, അദ്ദേഹത്തിന് എന്നെയും അറിയാം. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കാനും മാത്രം എന്തെങ്കിലും ഞാൻ ആക്ടിവിറ്റി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോഴാണല്ലോ അത് ചെയ്യുന്നത്. നമ്പർ 2, ട്വിറ്ററിൽ, ആക്ച്വൽ ട്വിറ്ററിൽ അന്ന് ജാക്ക് ഓടിക്കുന്ന കാലം, ആ ട്വിറ്ററിൽ വൈദ്യനാഥൻ ഒരു ദിവസം എന്നെ ഫോളോ ചെയ്തു. അപ്പം തന്നെ ഞാൻ താങ്ക് യു പറഞ്ഞു. അപ്പം തന്നെ പുള്ളി അൺഫോളോ ചെയ്തു. ഞാൻ സാർ എന്ന് പറഞ്ഞിങ്ങനെ ഒരു അത്ഭുതപ്പെടുന്ന ഒരു സ്മൈലിയും ഇട്ട് അവസാനിപ്പിച്ചു. അതിനർത്ഥം പുള്ളിയുടെ കൈ എവിടെയോ അബദ്ധവശാൽ തട്ടി ഫോളോ ആയതാണ്. അപ്പം തന്നെ എനിക്കതിൽ താല്പര്യമില്ല എന്ന് വെച്ച് ഞങ്ങളുടെ റിലേഷൻ കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, വളരെ കോടിയിലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും, നല്ല മനുഷ്യൻ. അപ്പോൾ ഇദ്ദേഹം ഈ ഹിസ്റ്ററി ഉള്ള സ്ഥിതിക്ക് ഇദ്ദേഹം ഫോളോ ചെയ്യാൻ സാധ്യതയില്ല.
ഞാൻ ട്വിറ്ററിൽ വന്നിട്ട് ട്വീറ്റ് ചെയ്തു, പബ്ലിക്കായിട്ട് തന്നെ, സാർ ആർ യു ഫോളോയിങ് മീ ഓൺ കൂ എന്ന് ചോദിച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ ഇത് കണ്ടു, മറുപടി അയച്ചു, ഐ എം നോട്ട് ദെയർ ഇൻ കൂ. അത് ശരി. അപ്പോൾ കൂ അത് ചെയ്യാമോ? അത് കൂടാതെ പ്രമുഖരായ പല ഈ ട്വീറ്റ്സും എന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് ഇത് വരുന്നു, നോട്ടിഫിക്കേഷൻ വരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇവരൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് അവരാരും എന്നെ ഫോളോ ചെയ്യാനുള്ള യോഗ്യത എനിക്കില്ല. അവർ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല ഞാനും ഒരാളുണ്ടെന്നോ ഞാൻ ട്വിറ്ററിലുണ്ടെന്നോ ഒന്നും. അവരെല്ലാം ഔത്തരാഹന്മാരും വലിയ പ്രൊഫസർമാരും ഒക്കെയാണ്. ഇതൊരു തട്ടിപ്പല്ലേ വാസ്തവത്തിൽ? അത് ചെയ്യാമോ? അത് ദേ തോട്ട് ഐ വിൽ ഗെറ്റ് എക്സൈറ്റഡ് ബൈ ആർ വൈദ്യനാഥൻ ഫോളോ ചെയ്യുന്നു, ജനറൽ വി പി മലിക് ഫോളോ ചെയ്യുന്നു, ബാംഗ്ലൂർ മോഹൻദാസ് പൈ ഫോളോ ചെയ്യുന്നു, അപ്പം ഞാനും മോഹൻദാസാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ അൽഗോരിതംസ് ഇത് ഇട്ട് കളിച്ചു. അൽഗോരിതം വ്യാജമായി ഉണ്ടാക്കുന്നല്ലേ? ഇങ്ങനെ വ്യാജ അൽഗോരിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതിങ്ങനെ ചെയ്യാമല്ലോ. കൂലില്ലാത്ത ആൾ പോലും ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ആൾ, അയാളുടെ പ്രൊപ്പൻസിറ്റി കണ്ടുപിടിക്കും. ഈസ് എ സ്ട്രോങ് നാഷണലിസ്റ്റ്, അൾട്രാ നാഷണലിസ്റ്റാണ്. ബാക്കി അൾട്രാ നാഷണലിസ്റ്റ് ആരൊക്കെയുണ്ട് ഇവിടെ? പ്രൊഫസർ വൈദ്യനാഥൻ, എസ് ഗുരുമൂർത്തി, ഇങ്ങനെ അവർക്കറിയാം നാട്ടിലെ അറിയപ്പെടുന്ന. ഇവർ ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മോഹൻദാസിന് വലിയ സന്തോഷമാകും. മോഹൻദാസ് 10 പേരോട് പറയും. അപ്പോൾ കേരളത്തിലെ ഒരു ചെറിയ മനുഷ്യനാണ് മോഹൻദാസ്. കേരളത്തിലെ ഒരു 10-15-20 പേരെ കൂവിന് കിട്ടും. ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. നെവർ ബി ഡിസോണസ്റ്റ് ഇൻ ദിസ്. കാരണം ഭാരതീയരാഗ്രഹിക്കുന്നത് സത്യസന്ധമായ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യൻ പ്ലാറ്റ്ഫോം വേണം എന്ന് ഞാൻ പറയുന്നത് ഓണസ്റ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എന്തെങ്കിലും കള്ളം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അമേരിക്ക നമ്മളെപ്പറ്റി കള്ളം പറയുന്നു, എന്നാൽ അമേരിക്കയെ പറ്റി നമുക്കും കള്ളം പറഞ്ഞു കളയാം, അതിന് വേണ്ടിയിട്ടല്ല. ഇന്ത്യൻ പബ്ലിക് ബേസിക്കലി ഓണസ്റ്റാണ്, ഇപ്പോഴും അതെ. ഈ ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്ന് പറയും ഫോറിനേഴ്സ്. നമുക്കത് പോളിസിയല്ല, നമ്മളുടെ ക്യാരക്ടറാണ്. പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിലിനെ സ്വാധീനിക്കാനായിട്ട് എന്താ നല്ല പോളിസി? ഓണസ്റ്റിയാണ്. സത്യസന്ധന്മാരെ ഇഷ്ടപ്പെടുന്ന ആളാണ് വടയാർ സുനിൽ. അപ്പോൾ എന്നാൽ സത്യസന്ധനായി കളയാം. അതൊരു സ്ട്രാറ്റജിയാണ്. സോ ഓണസ്റ്റി ഈസ് ബെസ്റ്റ് പോളിസി എന്ന് പറയുന്നൊരു സ്ട്രാറ്റജിയാണ്. ബട്ട് ഓണസ്റ്റി ഈസ് അവർ ഇൻബിൽറ്റ് ഇൻ അവർ ക്യാരക്ടർ. ഓരോ ഇന്ത്യക്കാരൻ്റെയും അറ്റ്ലീസ്റ്റ് 90% ഓഫ് ദ ഇന്ത്യൻസ് ആർ ഓണസ്റ്റ് ടു ദ കോർ. നമ്മളിപ്പോൾ എന്തെല്ലാം കുറ്റം അത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയുള്ള സത്യസന്ധരായ ആൾക്കാരാണ് നമ്മൾ. അങ്ങനത്തെ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ കൂലൊന്നും ഞാൻ പുറത്തിറങ്ങുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ ആ ആപ്ലിക്കേഷനിൽ ഞാൻ തൊട്ടിട്ടില്ല. ഐ തിങ്ക് ഐ അൺഇൻസ്റ്റാൾഡ് ഇറ്റ്. ഐ ഡിഡിൻറ്റ് എക്സിറ്റ് കൂ, ബട്ട് ഐ അൺഇൻസ്റ്റാൾഡ് ഇറ്റ്. ഇപ്പോഴും കൂ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കൂവിൽ ആക്റ്റീവ് ആകാം. ബട്ട് നോ, അവിടെ വെച്ച് ഞാൻ ഡിസോണസ്റ്റി കണ്ടപ്പോൾ ഞാൻ അവസാനിപ്പിച്ചു. ഇതാണ് കൂവിന് അടിസ്ഥാനപരമായിട്ട് പൊളിയാനുള്ള കാരണം എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എന്തായാലും നമ്മളൊരു ഇന്ത്യൻ പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു സ്വപ്നത്തിൻ്റെ അവസാനം കൂടിയല്ലേ ഇത്? അല്ല. There are hundreds or thousands of Indian people who are capable of developing alternate for all these platforms. It is governmental apathy. എനിക്ക് അറിയാവുന്ന ഒരു പണക്കാരൻ, ഇൻവെസ്റ്റർ, ഇഷ്ടം പോലെ കാശുണ്ട്. അയാളുടെ സ്വന്തം ബിസിനസ്സുണ്ട്, സോഫ്റ്റ്വെയറിൽ നല്ല കാശുണ്ട്. അയാൾ എന്ത് ചെയ്തു? സ്വന്തമായിട്ട് ഒരു ഇന്ത്യൻ വാട്സാപ്പ് ഉണ്ടാക്കി. ഇന്ത്യൻ വാട്സാപ്പിന് ഗവൺമെൻറ്റൽ പെർമിഷൻ അത് ഇതൊക്കെ വേണം, ഏത് ഇതിനാണെങ്കിലും. അതുകൂടാതെ ഇത് പ്ലേ സ്റ്റോറിൽ കയറ്റണമെങ്കിൽ അവരുടെ സ്പെസിഫിക്കേഷൻസ് അത് ഇതൊക്കെ വേണം. ദിസ് ജെന്റിൽമാൻ കുഡ് ഡൂ ദാറ്റ്. പ്ലേ സ്റ്റോറിലൊക്കെ കയറാനൊക്കെ പറ്റും. എവറിത്തിങ് ഈസ് റെഡി. ബട്ട് ഇന്ത്യൻ അനുമതി വേണം. ഇന്ത്യൻ ബ്യൂറോക്രസി ഒരു സഹായം അവർക്ക് ചെയ്തില്ല. ഇൻസ്പൈറ്റ് ഓഫ് മോദി സെയിങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഒരു സെക്കൻഡിൽ കാര്യങ്ങൾ നടക്കില്ല. സോഷ്യൽ മീഡിയയിൽ നടക്കില്ല. ഞാൻ പലരും രോമാഞ്ചം കൊണ്ട ഒരു പോർഷനാണ്, ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ കവർ ചെയ്തതാണ്, ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അതിൽ അദ്ദേഹം പറഞ്ഞു, ആപ് ജോ ഇക്കോസിസ്റ്റം ബനാ രഹേ ഹൈ ഉസ്കാ ഉസി ഭാഷാ സെ
जवाब देंगे, करारा जवाब देंगे। अरे क्या जवाब देंगे? आपने अभी तक किसी को जवाब नहीं दिया। आपके बारे में कितने झूठ फैलाया गया, क्या किया आपने? ആ ഓർക്കപ്പുറത്ത് ഹിന്ദി ആയിപ്പോയി. അപ്പം എന്തെല്ലാം അപവാദങ്ങൾ ഈ മനുഷ്യനെ പറ്റി പറഞ്ഞു. ഇന്ന് വരെ ഒരാക്ഷനും ഉണ്ടായില്ല. പച്ചക്കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. EVM പറ്റി പച്ചക്കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഷോ മീ വൺ സീരീസ് ഓഫ് ട്വീറ്റ് ബൈ ദിസ് യൂസ്ലെസ് അമിത് മാളവ്യ, IT സെൽ ഇൻചാർജ് ഓഫ് BJP. ഹി ഡിഡ് നോട്ട് കൗണ്ടർ എനി ആർഗ്യുമെൻറ്റ്. ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടിരുന്നത് ബാക്കി ഇൻഡിവിജ്വൽസാണ്. വെറും തൻ്റെ സർക്കാസം കൊണ്ട് ഇത് പൊളിച്ച ആളാണ് വൈദ്യനാഥൻ. ബട്ട് വൈദ്യനാഥൻ ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ IT സെൽ. ചെയ്യില്ല. കേരളത്തിൽ സുനിൽ നോക്കും, കേരളത്തിൽ എത്ര സമർത്ഥരായ റൈറ്റ് വിങ് നാഷണലിസ്റ്റ് ഫേസ്ബുക്കിലുണ്ട്, ട്വിറ്ററിലുണ്ട്, യൂട്യൂബിലുണ്ട്. വാട്ട് ഈസ് ദ പേറ്റണേജ് ദേ ആർ ഗെറ്റിംഗ് ഫ്രം BJP? നോ. ശത്രുത മാത്രം. ശത്രുതയാണ് അവരോട്. കാരണം അവർ ഓണസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ BJPയെയും കുറ്റം പറയും. അതോടെ ബ്ലാക്ക് ലിസ്റ്റിലാവും. മോദിയുടെ IT സെൽ, ഗ്രേറ്റ് നാഷണൽ BJPയുടെ IT സെല്ലിൻ്റെ ജോലി അവരുടെ സുഹൃത്തുക്കൾ വിമർശിക്കുമ്പോൾ അവരുടെ വീട് കയറി തല്ലുക. ഇതാണ് IT സെല്ല് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അയാളെ അവിടെ ഇട്ട് ഹറാസ് ചെയ്യുക, അയാളുടെ പ്രേമബന്ധം കണ്ടുപിടിച്ചിട്ട് ആ സ്ത്രീയുടെ ഫോട്ടോ എടുത്തിടുക, അങ്ങനെ അയാളെ നാറ്റിക്കുക, അല്ലെങ്കിൽ അയാൾ കള്ളു കുടിക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്തിടുക. ഇങ്ങനെ ചെയ്തിട്ട് കൂടെയുള്ളവർ നിങ്ങളെ പിന്താങ്ങിയതാണ്. നിങ്ങൾ കാണിച്ച ഒരു തെറ്റ് അയാൾ ചൂണ്ടിക്കാണിച്ച് കാണും, അതൊരല്പം കളിയാക്കി കാണും. ബട്ട് അതോടെ അയാൾ നിങ്ങളുടെ ശത്രുവായിട്ട് മാറി. നിങ്ങളുടെ സുഹൃത്തുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ് IT സെല്ലിൻ്റെ ജോലി. കേരളത്തിലെ IT സെൽ പിന്നെ പരബ്രഹ്മമാണ്. അത് എന്ത് ചെയ്യുന്നു അതിന് തന്നെ അറിയില്ല. ചിലപ്പോഴൊക്കെ ഞാൻ കിട്ടിയ അവസരത്തിൽ അതിനെ പുകഴ്ത്താനായിട്ടൊരു അവസരം ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട്. കിട്ടണ്ടേ? കഴിഞ്ഞൊരു ദിവസം കിട്ടി, അപ്പോൾ തന്നെ ഞാൻ പറയുകയും ചെയ്തു, ഫാൻറ്റാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് പുകഴ്ത്തി. അത് ഈ രാഹുൽ ഗാന്ധിയുടെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു സീരീസ് ഓഫ് ട്വീറ്റ് വന്നിരുന്നു. ഈ നമ്മുടെ വന്ദേ ഭാരത് അതുപോലത്തെ ഇലക്ട്രിക് വെഹിക്കിൾസ് അതിലേക്ക് മാറുമെന്ന് ഗഡ്കരി പറഞ്ഞിരുന്നു. മാറുമെന്ന് പറഞ്ഞതല്ല, ഒരുപാട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഫലത്തിൽ രാഷ്ട്രത്തിന് ദ്രോഹമാണ്, ജനങ്ങൾക്ക് നഷ്ടമാണ്. ഇതാണ് കോൺഗ്രസ് ഒരു സീരീസ് ഓഫ് ട്വീറ്റ്സ് വെച്ച് ചെയ്തത്. ഇതിനെ ഫാക്ട്സ് വെച്ച് പൊളിച്ചടുക്കി BJP കേരളം. അത് ആര് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഞാൻ അപ്പം തന്നെ അതിനെ അഭിനന്ദിച്ച് ഞാനത് റീപോസ്റ്റ് ചെയ്യുമല്ലോ, നമ്മൾ കോട്ട് ചെയ്ത് റീപോസ്റ്റ് ചെയ്യാം. നമുക്ക് വി ക്യാൻ റൈറ്റ് അവർ കമൻറ്റ് ഓൺ ദാറ്റ്. അങ്ങനെ ചെയ്തു. ബട്ട് ബൈ ആൻഡ് ലാർജ് നോക്കൂ, BJPയുടെ കേരളത്തിലെയും സ്വഭാവം അവരുടെ സുഹൃത്തുക്കളെ നിന്ദിക്കുക, പരിഹസിക്കുക, അവഗണിക്കുക, മാനിപ്പുലേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ്. ശത്രുക്കളുമായിട്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ രാത്രി ദേ ഡോണ്ട് അറ്റാക്ക് CPM. ദേ വിൽ നോട്ട് അറ്റാക്ക് കോൺഗ്രസ്. ദേ വിൽ അറ്റാക്ക് ദ പീപ്പിൾ ഹു ആർ ദെയർ ഫ്രണ്ട്സ് ബട്ട് ഹു ആർ ക്രിട്ടിക്കൽ ഓഫ് ദം. അല്ല, ഇത് പറയുമ്പോഴേ ഇന്നലെ രാത്രി മലയാളത്തിലൊരു പ്രധാനപ്പെട്ട ചാനലിൻ്റെ ടെക്നിക്കൽ ഹെഡുമായിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരമുണ്ടായി. അദ്ദേഹം ഒരു നാഷണലിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു വന്നുകൊടുത്തി പറയുകയാണ്, എല്ലാ ചാനലുകളിലേക്കും ഇലക്ഷന് ശേഷവും ഫണ്ട് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ മാത്രമല്ല, സാറ്റലൈറ്റ് ചാനലുകളിലേക്കും. അവിടെ കൃത്യമായി കോൺഗ്രസിൻ്റെ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസൈഡ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് ആര് ഡിബേറ്റിന് പോകണം, ആരോട് സംസാരിക്കണം. അദ്ദേഹം പറയുന്നുണ്ട്, ഈ മറ്റേ ഒരു ചാനൽ ചർച്ച നമ്മുടെ കോഴിക്കോട് ഇവർക്ക് വേണ്ടി മറ്റേ ബോംബുണ്ടാക്കിയവർക്ക് സ്മാരകം ഉണ്ടാക്കിയല്ലോ, അതിൻ്റെ ചർച്ച അത് സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ BJPക്കാരനുണ്ട്, CPMകാരനുണ്ട്. BJPയുടെ ആളെ കൊണ്ട് 45 മിനിറ്റ് അങ്ങ് സംസാരിപ്പിച്ചു. എന്നിട്ട് മുഴുവൻ BJPയുടെ കുറ്റങ്ങളാണ്. ഈ കെണിയിൽ BJPക്കാരൻ പെട്ടുപോയി. ഇങ്ങനത്തെ അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ട് ചാനലുകൾ നീങ്ങുന്നതിൻ്റെ പിന്നിൽ പണമാണ്. ഇലക്ഷന് ശേഷവും അടുത്ത 5 വർഷത്തേക്കുള്ള ഇത്തരം പ്രൊപ്പഗാൻഡ വാറ് കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. BJP മനസ്സിലാക്കുക. ഇതൊക്കെയാണ് കഷ്ടം. ഈ അവർക്ക് പണം ഒരു ഘടകമാണ്. ഈ രാഷ്ട്രവാദികൾക്ക് പണം ഒരു ഘടകമല്ല. നിങ്ങളവർക്ക് പണമൊന്നും കൊടുക്കണ്ട, മനസ്സിലായോ? അവരെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. വേണമെങ്കിൽ ഒന്ന് റെക്കഗ്നൈസ് ചെയ്താൽ മതി. ദേ ആർ ഹാപ്പി. ദേ ഡോണ്ട് നീഡ് മണി. ഡോണ്ട് തിങ്ക് ദാറ്റ് ദേ ആർ ആഫ്റ്റർ മണി. ദേ ആർ നോട്ട് ആഫ്റ്റർ മണി. ഐ എം ടെലിങ് യു.
ഓൺ ബിഹാഫ് ഓഫ് എവറി മലയാളി യൂട്യൂബർ, പ്രോ നാഷണൽ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, അവർ പൈസയ്ക്ക് വേണ്ടി. അതെ, ഓഫ് കോഴ്സ് ദേ ജനറേറ്റ് മണി ത്രൂ യൂട്യൂബ്, ഫേസ്ബുക്ക്, അത് മോണിറ്റൈസ് ചെയ്യുന്നു, അവർ പൈസ എടുക്കുന്നുണ്ട്. കാരണം കിട്ടുന്ന പൈസ അവരെന്തിനാ വേണ്ടെന്ന് പറയുന്നത്. പക്ഷേ കാശിന് വേണ്ടി എന്തും ചെയ്യും, കാശ് കൊടുത്താൽ എന്തും ചെയ്യും, കാശ് കൊടുത്താലേ എന്തെങ്കിലും ചെയ്യൂ. ഈ 3 സ്വഭാവം മലയാളി യൂട്യൂബർമാർക്ക് ഇല്ല, നാഷണലിസ്റ്റുകൾക്കില്ല. മറ്റവർക്ക് അതുകൊണ്ട്. അവർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നരേറ്റീവ് മാറ്റും, അത് ചെയ്യും. കേരളത്തിലെ ഏതെങ്കിലും ഒരു നാഷണൽ യൂട്യൂബർ, പ്രോ RSS, പ്രോ BJP, പ്രോ ഹിന്ദു എന്ന് വെച്ചോ, പ്രോ നേഷൻ, ആ മനുഷ്യനെ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വിലക്കെടുക്കാൻ പറ്റില്ല, കേസ് കൊടുത്ത് ഇല്ലാതാക്കാനും പറ്റില്ല. അയാൾ തളർന്നു പോകുന്നത് അയാളുടെ സുഹൃത്തുക്കൾ ആരെയാണോ അയാൾ പിന്തുണയ്ക്കുന്നത് അവർ അയാളെ അവഗണിക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്. അതിന് കാരണമുണ്ട്. കാരണം ഈ മനുഷ്യൻ സത്യസന്ധനാണ്. ഇയാൾ ചില കാര്യങ്ങളിൽ ഇവരെയും വിമർശിക്കും. അതിവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതൊരു വല്ലാത്ത മാനസികാവസ്ഥ നമ്മളും അനുഭവിച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ബട്ട് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മുടെ ചാനലിൻ്റെ കാര്യം പറഞ്ഞത് ആയിരിക്കാം. അതും എനിക്കറിയില്ല, ഞാൻ ഗസ്റ്റാണില്ല. അതെ അതെ. സോ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്. ബട്ട് വൺ തിങ് ഐ നോ, ദ റിയൽ സ്റ്റോറീസ് പല യൂട്യൂബേഴ്സും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് സംഭവിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇത് വകവയ്ക്കാറില്ല. എനിക്കെതിരെ ആരെന്ത് എഴുതി എന്നുള്ളത് ഞാൻ കൂട്ടാക്കാറില്ല. ആരെന്ത് കരുതുമെന്ന് നോക്കിയിട്ട് എനിക്ക് എഴുതാനുള്ളത് ഞാൻ മയപ്പെടുത്തുകയൊന്നും ചെയ്യാറില്ല. എനിക്ക് ശരിയെന്ന് പൂർണ്ണബോധ്യം വന്നതും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതും. ദ പീപ്പിൾ ഹൂം ഐ ആം ക്രിട്ടിസൈസിങ് മിക്കവാറും കുറഞ്ഞതൊരു 25 വർഷം അവരെ എനിക്കറിയാം എന്ന് വിചാരിച്ചാൽ മതി. എനിവൺ ഹൂ ഈസ് ഇൻ മൈ ലൈൻ ഓഫ് ഫയറിങ്, ഐ നോ ദാറ്റ് മാൻ ഫോർ പാസ്റ്റ് 25 years. അതിൽ കുറഞ്ഞുള്ളതിനെയൊക്കെ ഞാൻ അങ്ങ് വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. അല്ല TG, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു നാരേറ്റീവ് എന്ന് പറഞ്ഞാൽ ജയിച്ചത് മോദിയാണ്, BJP ആണ്, NDA ആണ്, പക്ഷേ കോൺഗ്രസ് ആണ്, രാഹുൽ ഗാന്ധിയാണ് എന്ന തരത്തിലൊരു നാരേറ്റീവ് അല്ലാതെ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു BJPയുടെ നാഷണൽ ലെവലിൽ തന്നെ ഒരു വാർ റൂമൊക്കെ ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. അതിന് മുമ്പുള്ള 4-5 വർഷം ഇങ്ങനെ 4.5 വർഷക്കാലം ഇങ്ങനെ വാക്വമായിട്ട് കിടക്കുന്നൊരവസ്ഥ ഇപ്പോഴും ബാക്കിയാണ്. ഹാവിങ് ദ പവർ ഈസ് വൺ തിങ്, എക്സർസൈസിങ് ഇറ്റ് ഈസ് അനദർ തിങ്. അധികാരം കിട്ടിയാൽ പോരാ, അത് പ്രയോഗിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കെതിരെ എന്തെല്ലാം ഈ നാട്ടിൽ നടന്നു നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരുന്നു. നിങ്ങൾ ഗ്യാസ് കണക്ഷൻ കൊടുത്തതിൻ്റെ കണക്ക് പറഞ്ഞു, നിങ്ങൾ ഇതുണ്ടല്ലോ മുദ്രാ ലോൺ കൊടുത്തതിൻ്റെ കണക്ക് പറഞ്ഞു. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ 2023 ട്വീറ്റ് ചെയ്തു, ഇതുകൊണ്ട് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ബിക്കോസ് ഇതൊക്കെ ടെമ്പററി ആയിട്ടുള്ള ഒരു സന്തോഷമാണ്. എനിക്കൊരു ലോൺ വേണമായിരുന്നു, കിട്ടി, ഞാൻ എൻ്റെ ബിസിനസ്സിൽ മുടക്കി, കഴിഞ്ഞു, അതിൻ്റെ ആ ചാമങ്ങ് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എറ്റേണലി ഒരു സർക്കാരിന് നന്ദിയുള്ളവനായിരിക്കില്ല. ഒറ്റ ചോദ്യത്തിൽ ഞാൻ ചിലപ്പം തിരിഞ്ഞു പോകും. ലോൺ തന്നെങ്കിൽ എന്താടാ അയാളുടെ പോക്കറ്റിൽ നിന്നാണോ തന്നത്? ബാങ്കിൽ നിന്ന് എല്ലാവർക്കും ലോൺ കിട്ടും, നിനക്കും കിട്ടും, ഇത്രയല്ലേ ഉള്ളൂ. അതെന്ത് ഇത്ര വലിയ കാര്യം മുഴുപ്പിക്കാൻ? ഫിനിഷ്. സോ ഈ നരേറ്റീവ് ഇപ്പോൾ ഈ പറഞ്ഞ ധ്രുവ് റാത്തി അവനിവനൊക്കെ ഇല്ലാത്ത നുണകൾ പറഞ്ഞു പരത്തുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഇപ്പോൾ നോക്കൂ, നമ്മളുടെ അഗ്നിവീർ, മരിച്ചുപോയ ഒരു അഗ്നിവീർ, അയാൾക്ക് കോമ്പൻസേഷൻ കൊടുത്തില്ല എന്ന് പച്ചക്കള്ളം ലോക്സഭയിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. പുറത്തിറങ്ങിയിട്ട് അയാളുടെ അച്ഛൻ്റെ വീഡിയോ രാഹുൽ ഗാന്ധി കാണിച്ചതാണ്. അച്ഛൻ പറയുന്നു ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടിയത് ഇൻഷുറൻസ് ആണ്. നൗ ഇൻഷുറൻസ് ആരാ കൊടുക്കുന്നത്? നമ്മളുടെ സർവീസിൽ ഗവൺമെൻറ് നമ്മൾ പറയുന്നു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇൻഷുറൻസ്, നിങ്ങൾ പോളിസി അടയ്ക്കേ വേണ്ട, പോളിസി ഞങ്ങൾ അടയ്ക്കും. നിങ്ങൾ മരിക്കുന്നു, 50 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുന്നു. ദിസ് ഈസ് അറേഞ്ച് ബൈ ഗവൺമെൻറ്, ഇറ്റ് ഈസ് ഗവൺമെൻറ് മണി. അല്ലാതെ ഈ കൊടുക്കുന്നതൊക്കെ റിസർവ് ബാങ്കിൽ നിന്ന് നേരിട്ട് ജവാൻ്റെ വീട്ടിലേക്കാണോ കൊടുക്കുന്നത്? അതോ ആർമിക്ക് നോട്ടടിക്കുന്ന യന്ത്രമുണ്ടോ? ഇന്ത്യൻ ആർമി നോട്ട് എന്ന് പറഞ്ഞിട്ട് 50 ലക്ഷം കൊടുക്കുക. എനിക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രം സംവെയർ യു ഗോട്ട് മണി, ബി ഇറ്റ് ഇൻഷുറൻസ് ഓർ ബി ഇറ്റ് ഗ്രാറ്റുവിറ്റി, വാട്ട് എവർ. ബാക്കി പൈസ ഇപ്പോഴും അവർ പറയുന്നത്
1,65,000 കോടിയുടെ കോമ്പൻസേഷൻ പാക്കേജാണ് അഗ്നിവീറിന്. 1,65,00,000. അതിൽ 1 കോടി ഇപ്പോൾ കൊടുത്തു. 1 കോടിക്കടുത്ത് 99 ലക്ഷത്തി സംതിങ് 65 ലക്ഷം ബാക്കിയുണ്ട്. ബാക്കിയുണ്ട്. അതിൻ്റെ പ്രോസസ്സ് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട്, ഇതുണ്ട്. അത് കഴിയുമ്പോൾ അതും കൊടുക്കും എന്ന് ഇന്ത്യൻ ആർമി ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ബട്ട് സ്റ്റിൽ ദ നരേറ്റീവ് ഗോസ് ഓൺ. നൗ ഹൂ ഈസ് ദെയർ ടു ഒബ്ജക്ട് ടു ദാറ്റ്? കേരളത്തിൽ ഈ നരേറ്റീവ് ഓടിച്ചു. വാട്ട് ഈസ് ദ റെസ്പോൺസ് ഓഫ് BJP? ഹൂ ഈസ് കളക്ടിങ് ഡാറ്റ? കേരളത്തിൽ എത്രയോ കാലമായി എത്ര വീഡിയോയിൽ ഞാൻ നിലവിളിച്ചിട്ടുണ്ട് ഈ ധനകാര്യമന്ത്രിയെ വെല്ലുവിളിക്കണം. ധനകാര്യമന്ത്രി LDF എന്താ ചെയ്യുന്നത്? കേന്ദ്ര സർക്കാർ കാശ് തരുന്നില്ല എന്ന് പറയുന്നു. എല്ലാ കാര്യത്തിനും തടസ്സം പറയുന്നു. ഇന്ന് വരെ BJP ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയിട്ടുണ്ടോ? ഇതാ കേരള സർക്കാരിൻ്റെ ഇന്ന പദ്ധതികൾക്ക് ഇന്ന പൈസ കൊടുത്തിട്ടുണ്ടെന്ന് ഇല്ല. നിർമ്മലാ സീതാരാമനോട് ചോദിക്കുമ്പോൾ അവർ UPA കാലത്തേക്ക് പോകും. UPA കാലത്ത് 100 രൂപയാണ് കൊടുത്തത്, ഞാൻ 200 രൂപ കൊടുത്തു. നാച്ചുറലി കൊടുക്കേണ്ടി വരുമല്ലോ. കാരണം അന്ന് മണി വാല്യൂ മണി വാല്യൂ കൂടുതലാണ്. അലോട്ട്മെൻറ്റ് എല്ലാവരുടെയും കൂടി, കേരളത്തിൻ്റെയും കൂടി. 10 വർഷം മുമ്പ് വാട്ട് ഈസ് സോ ബിഗ് അബൌട്ട് ദാറ്റ്? ഇന്നും നിങ്ങൾ 10 വർഷം മുമ്പുള്ള മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ആ നരേറ്റീവ് റൺ ചെയ്തുകൊണ്ടേയിരിക്കണം. ആ നരേറ്റീവ് അന്ന് നടന്ന അഴിമതികളുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് നരേറ്റീവ് നിലനിർത്തി കൊണ്ടുപോകുമ്പോഴേ പുതിയ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഒരു അപകടം ഈശ്വരനെ വിചാരിച്ച് നരേന്ദ്രമോദി അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ 15 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ 2029 വോട്ട് ചെയ്യാൻ പോകുന്നവനാണ്. അവൻ കേൾക്കുന്ന കഥകൾ എന്താണ്? ആ കഥകൾ വെച്ചാണ് അവൻ്റെ മനസ്സ്. അവൻ അടിയന്തരാവസ്ഥ എന്താണെന്നറിയില്ല. 49 വർഷം മുമ്പ് നടന്ന സംഭവമാണ് അടിയന്തരാവസ്ഥ. 49 വർഷം മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു പ്രസംഗത്തിൽ അടിയന്തരാവസ്ഥയെപ്പറ്റി പറഞ്ഞാൽ അത് ഏശാൻ പോകുന്നില്ല. സോ ലീവ് ദാറ്റ് വെപ്പൺ. അല്ലെങ്കിൽ നിങ്ങൾ 49 വർഷം ഈ നരേറ്റീവ് ഓടിക്കണമായിരുന്നു. നിങ്ങൾ ഓടിച്ചോ? P. പരമേശ്വരൻ ഉണ്ടായിരുന്ന കാലത്ത് അടിയന്തരാവസ്ഥയുടെ 20ാം വാർഷികം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരിപാടികൾ നടത്തി. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അഡ്വാനിയൊക്കെ കൊണ്ടുവന്ന് വൻ പരിപാടി. പരിഭ്രമിച്ചു പോയി CPM. CPMൻ്റെ അന്നത്തെ എക്കാലത്തെയും ഒരു സപ്പോർട്ടറാണ് ചരിത്രകാരൻ ഡോക്ടർ M. ഗംഗാധരൻ, കോഴിക്കോട്. ഗംഗാധരൻ മാതൃഭൂമിയിലൊരു ലേഖനം എഴുതി. കുഞ്ചരവീര്യം എന്നാണ് പേര്. ആനയുടെ വീര്യം. കാരണം ആന അതിനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് പുറകോട്ട് തിരിയാനൊരു സമയമെടുക്കും. വളരെ പതുക്കെ ആനയ്ക്ക് തിരിയാൻ പറ്റുള്ളൂ, വെട്ടിത്തിരിയാൻ പറ്റില്ല, സ്പീഡിൽ തിരിയാൻ പറ്റില്ല, ശരീരം അത്ര വലുതല്ല. അതുപോലെ CPMനും ഇടതുപക്ഷ പാർട്ടികൾക്കും അടിയന്തരാവസ്ഥ കാലത്ത് തിരിയാൻ സമയമെടുത്തു. തിരിഞ്ഞു വരണ്ടേ? അപ്പോഴത്തേക്ക് അടിയന്തരാവസ്ഥ തീർന്നുപോയി. 21 മാസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതെ അതെ, തീർന്നുപോയി. ഇതാണ് പുള്ളിയുടെ കോർ പോയിന്റ്. അടുത്ത ആഴ്ച P. പരമേശ്വരൻ്റെ ലേഖനം വന്നു. കുഞ്ചരവീര്യമോ ശൃഗാലതന്ത്രമോ എന്ന് ചോദിച്ചുകൊണ്ട് ഹാർഡ് ഹിറ്റിംഗ് റിപ്ലൈ. ഗംഗാധരൻ പിന്നെ മിണ്ടിയിട്ടില്ല. അടിയന്തരാവസ്ഥയെപ്പറ്റി തന്നെ ഗംഗാധരൻ പിന്നെ മിണ്ടിയിട്ടില്ല. ദിസ് വാസ് ദ നരേറ്റീവ് റൺ ബൈ P. പരമേശ്വരൻ ഡ്യൂറിങ് ദാറ്റ് ടൈം. യു കുഡ് നോട്ട് ക്യാരി ഇറ്റ് ഫോർവേഡ്. ആൻഡ് സഡൻലി യു സ്പീക്ക് അബൌട്ട് എമർജൻസി. നോബഡി ഈസ് അവെയർ. എമർജൻസിയുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ 10K ആൾക്കാരില്ല. അതെ അതെ, ബിക്കോസ് ഇറ്റ് ഈസ് ഗോൺ ഫ്രം ദെയർ മെമ്മറി. കർഷക സമരം നടന്നു ഡൽഹിയിൽ. ആർക്കറിയാം? കൃത്യമായിട്ട് അതിനൊരു മറുപടി ഇല്ല. CAA വന്നു. കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ ആരിഫ് മുഹമ്മദ് ഖാനേ ഉണ്ടായിരുന്നുള്ളൂ. സത്യമല്ലേ ഇതൊക്കെ? ആൻഡ് ദെൻ യു സേ ദാറ്റ് എന്താ മാതൃഭൂമി ഫ്രണ്ട് പേജിൽ നന്ദി എന്നെഴുതി, അതുകൊണ്ട് ഞാനിനി മാതൃഭൂമി വായിക്കുന്നില്ലെങ്കിൽ വേണം. ദേ ഡോണ്ട് കെയർ വെദർ യു ആർ റീഡിങ് മാതൃഭൂമി ഓർ നോട്ട്. ഐ ഓൾസോ എക്സ്പ്ലോർഡ് അഗൈൻസ്റ്റ് മാതൃഭൂമി. ബട്ട് മാതൃഭൂമി ഇപ്പോൾ ശരി, അയാൾ വായിക്കുന്നുണ്ടെങ്കിൽ വേണ്ടല്ലോ, ഇത്രയല്ലേ ഉള്ളൂ. സോ ഇതുപോലത്തെ ഹാം ഹാർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നരേറ്റീവ് നിങ്ങൾക്ക് കൊണ്ടുപോകും. വാട്ട് ഈസ് യുവർ നരേറ്റീവ് ഇൻ കേരള? ഇതിപ്പോൾ വാർ ഓഫ് നരേറ്റീവ്സ് ആണ് നടക്കുന്നത്. അതെ, അതിൽ BJP നാഷണൽ ലെവലിൽ തന്നെ ഫെയിലിയറാണ്. നാഷണൽ ലെവലിൽ തന്നെ ഫെയിലിയറാണ്. സ്റ്റേറ്റ് ലെവലിൽ അട്ടർ ഫെയിലിയറാണ്. നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഈ സോഫ്റ്റ് പവർ എന്ന് പറയും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ,
അതിൻ്റെ പ്രാഥമികമായ അറിവ് പോലും ഇല്ല. അതിൽ കമാൻഡുണ്ട്, കൺട്രോളുണ്ട്. കമാൻഡ് നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളാണ്. കൺട്രോൾ സുനിലിൻ്റെ മനസ്സിനെ ഞാൻ കൺട്രോൾ ചെയ്യുന്ന പരിപാടിയാണ്. സുനിലിന് ഞാൻ ഫേസ്ബുക്കിൽ കൊടുക്കുന്ന ഫീഡ്, യൂട്യൂബിൽ കൊടുക്കുന്ന ഫീഡ്, ഇതെല്ലാം. സപ്പോസ് യു കോൾ ദ യൂട്യൂബ് ഇന്ത്യ, ടെൽ ദം, സി യു ആർ റണ്ണിങ് ദിസ് നോൺസെൻസിക്കൽ അൽഗോരിതം, വി ഹാവ് നോട്ടീസ്ഡ് ഇറ്റ്. ഇഫ് യു കണ്ടിന്യൂ വിത്ത് ദിസ്, ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് യൂട്യൂബ്. എനിക്ക് സ്മാർട്ട് എൻജിനീയേഴ്സ് ഉണ്ട്. വിത്തിൻ 24 hours അവരുടെ കയ്യിൽ കാശുമുണ്ട്. 10 പൈസ കേന്ദ്ര സർക്കാരിന് അവർക്ക് വേണ്ട, പെർമിഷൻ മാത്രമാണ് വേണ്ടത്. അത് ഞാൻ കൊടുത്തിട്ട് എൻ്റെ നരേറ്റീവ് ഇട്ട് ഞാൻ പറപ്പിക്കൂടെ. എന്ത് പറയുന്നു? അല്ല, ഞങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട്, പെയ്ഡാണല്ലോ. യൂട്യൂബിന് കാശ് കിട്ടും, ഫേസ്ബുക്കിൽ നിന്ന് കാശ് കിട്ടും. വേണ്ടടോ ആ കാശ് ഞാൻ സബ്സിഡി ആയിട്ട് കൊടുക്കും എൻ്റെ ആൾക്കാർക്ക്. അയൽ പേദം എൻ്റെ യൂട്യൂബിനും പരസ്യം കിട്ടും, എൻ്റെ യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാകും, എൻ്റെ യൂട്യൂബിൽ നിന്ന് അവർക്ക് പ്രതിഫലം കിട്ടും. താൻ എന്നെ പേടിപ്പിക്കേണ്ട, താൻ ഈ കലാപരിപാടി നിർത്തുന്നോ ഇല്ലയോ? ഇത് ചോദിക്കണ്ടേ? ട്വിറ്ററിനോട് ചോദിക്കണ്ടേ? ഈ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഈ നിയമമന്ത്രിയായിരുന്നല്ലോ നമ്മുടെ രവിശങ്കർ പ്രസാദ്. രവിശങ്കർ പ്രസാദിനെ ട്വിറ്റർ ബാൻ ചെയ്തു, ഹാൻഡിൽ ബ്ലോക്ക് ചെയ്തു. രവിശങ്കർ പ്രസാദ് വേറൊരു ട്വിറ്റർ ഹാൻഡിൽ നിന്ന് കരയുന്നു. ട്വിറ്റർ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞാൻ നിയമമന്ത്രിയാണ് ഈ നാട്ടിൽ, എന്നിട്ടും എന്നോട് ചെയ്തു, ഞാൻ അശ്ലീലമൊന്നും പറഞ്ഞില്ല. എന്തൊരു നാണക്കേട്. അത് കഴിഞ്ഞു. ഒരു 6 മണിക്കൂറോ 8 മണിക്കൂറോ മറ്റോ കഴിഞ്ഞപ്പോൾ അവർ റീഇൻസ്റ്റേറ്റ് ചെയ്തു ഹാൻഡിൽ. അടുത്ത മാസം അമിത് ഷായുടെ DP അവരെടുത്ത് കളഞ്ഞു, മാനിപ്പുലേറ്റ് ചെയ്തു. അവിടെ എന്തോ വേറെ എന്തോ പടം വെച്ചു. ആഭ്യന്തരമന്ത്രിയാണ് അമിത് ഷാ. And they did that. And Amit Shah was helpless for 6 hours. നാട്ടുകാരെല്ലാം കൂടെ ബഹളം വെച്ചു, എന്താ ഈ കാണിക്കുന്നു നിങ്ങളെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ജാക്ക് അത് റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇവന്മാരെ വിളിച്ച് ചെവിക്ക് പിടിക്കാൻ കേന്ദ്ര സർക്കാരിന് ധൈര്യം ഉണ്ടായില്ല. ഇപ്പോഴും മോദി പറയുന്നുണ്ടല്ലോ, ആ ബെയിൽ മേ ഹേ, അരെ കോൻസെ കേസ് മേ, ഏത് കേസിലാണ്? എന്താ പറയാത്തത്? ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുടെ കേസിൽ നിങ്ങൾ ജാമ്യത്തിലാണ്. മാനനഷ്ട കേസിലല്ല. മാനനഷ്ട കേസ് പോട്ടെ, അതാരും കൺസിഡർ ചെയ്യാറില്ല കേസായിട്ട്. 110 സ്ഥലത്തുണ്ട്, അവിടെ ജാമ്യം എടുത്തിട്ടുണ്ട്. അവസാനം ശിക്ഷിക്കപ്പെട്ട കേസിൽ സെൻറ്റൻസും കൺവിക്ഷനും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. അതൊന്നും വലിയ കേസുകളല്ല. മാനനഷ്ടം ശരി. ഈ കേസുണ്ടല്ല, ആയിരക്കണക്കിന് രൂപ വെട്ടിച്ച കേസ്. ഈ കേസിൻ്റെ പേര് പോലും പ്രധാനമന്ത്രി പറയില്ല. പ്രധാനമന്ത്രി മുതൽ BJPയുടെ ബൂത്ത് പ്രസിഡന്റ് വരെ ആ വാക്കുച്ചരിക്കുകയില്ല. വാട്ട് ഈസ് പ്രിവെൻറ്റിംഗ് ദം? സുബ്രഹ്മണ്യ സ്വാമി അല്ല, നിങ്ങൾക്ക് അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താ? നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളിൻ്റെ പേര് വരുമോ എന്ന്. അതുകൊണ്ട് പാർട്ടി തോറ്റാലും ശരി, രാജ്യം കുട്ടിച്ചോറായാലും ശരി, ആ മനുഷ്യൻ്റെ പേര് പുറത്തു വരാൻ പാടില്ല എന്നുള്ള വാശിയില്ലേ? ഇതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നം क्या പൃഥ്വിരാജ് നിക്കലേ യാ രാജാ ജയചന്ദ് കി ബാപ്പ് നിക്കലേ? ആരാണ് നിങ്ങൾ? പൃഥ്വിരാജാണോ ജയചന്ദാണോ? ജയചന്ദ്രൻ്റെ ചരിത്രം ആവർത്തിക്കുന്നവരാണ്. യു ആർ ഡൂംഡ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കൂ. സുനിൽ ഇന്ന് എഴുതി വെച്ചോളൂ എൻ്റെ ഈ വാക്കുകൾ. 15-16 വയസ്സുള്ള പിള്ളേരാണ് ഇതെല്ലാം കാണുന്നത്. അവർ 2029 വോട്ടർമാരാണ്. യു വിൽ സഫർ ലൈക്ക് എനിത്തിങ് അൺലെസ് യു ചേഞ്ച് ദ നരേറ്റീവ് ഓഫ് ദിസ് കൺട്രി. ഇല്ല, ഇങ്ങനെ പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മോദി തോൽക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനങ്ങനെ ശാപവാക്കുകളൊന്നും പറയുന്നില്ല. ബട്ട് യു വിൽ സഫർ, ദ നേഷൻ വിൽ സഫർ അൺലെസ് യു അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം. നൗ യുവർ ടാർഗറ്റ് ഈസ് ഗോവിന്ദാചാര്യ, സുബ്രഹ്മണ്യൻ സ്വാമി, അരുൺ ഷൂറി, ഇവരൊക്കെയാണ് നിങ്ങളുടെ ടാർഗറ്റ്. മുഖ്യ ശത്രുക്കൾ ആരാണെന്ന് നോക്കൂ. അരുൺ ഷൂറി. വാട്ട് ഈസ്, ഞാൻ സുനിലിനോട് പറയുകയാണ്, ഭാരതത്തിൽ 90കളിൽ തന്നെ ഒരു പ്രോ നാഷണൽ നരേറ്റീവ് ഒറ്റയ്ക്ക് സൃഷ്ടിച്ചവനാണ് അരുൺ ഷൂറി. ഒറ്റയ്ക്ക്, ഒരാളും പിന്തുണയ്ക്കാനുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കാണ് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ. എമിനൻറ്റ് ഹിസ്റ്റോറിയൻസ് അണ്ടം കീറിപ്പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ.
മിഷണറീസ് ഇൻ ഇന്ത്യ, ക്രൈസ്തവ സഭയുടെ അണ്ടം കീറിപ്പോയി. കാരണം അവർ ക്ഷണിച്ച് വിളിച്ചു വരുത്തിയ അവരുടെ വേദിയിൽ അരുൺ ഷൂറി നടത്തിയ പ്രസംഗം, ആ പ്രസംഗം അവർ ചാട്ടവാറ കൊണ്ട് അടിക്കുന്ന പോലെ ആയിപ്പോയി. ആൻഡ് ഹി നെവർ യൂസസ് ഓർ അബ്യൂസസ് എനിബഡി, മോശം വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. വളരെ ബേസിക് ഫാക്റ്റോടുകൂടി സംസാരിക്കും. ആ പ്രസംഗം അദ്ദേഹം പുസ്തകമാക്കി കുറേ കൂടെ വലുതാക്കി. അതാണ് മിഷണറീസ് ഇൻ ഇന്ത്യ. അത് കഴിഞ്ഞ് ദ വേൾഡ് ഓഫ് ഫത്വാസ്, ഇസ്ലാമിനെതിരെ ഈ ദേവബന്ദ്, ബറേലി എന്നൊക്കെ പറയുന്നു, യൂണിവേഴ്സിറ്റി ഓഫ് ദേവബന്ദ്, എന്ത് തേങ്ങയാണ് അവിടെ. വേൾഡ് ഓഫ് ഫത്വാസ് വായിച്ചു നോക്കാം. അദ്ദേഹം പറഞ്ഞു ദേവബന്ദ് യൂണിവേഴ്സിറ്റിയിൽ മെയിൻ ചർച്ച, ദിവസങ്ങളോളം ചർച്ച ചെയ്ത് തീരുമാനിച്ച് അവരിറക്കിയ ഒരു ഫത്വയെ പറ്റി അദ്ദേഹം പറയുന്നു. ഈ നിസ്കരിക്കാൻ നേരത്ത് കീഴ്വായു പോയാൽ എന്ത് ചെയ്യും? ആ നിസ്കാരം അല്ലാഹു അക്സെപ്റ്റ് ചെയ്യുമോ റിജക്റ്റ് ചെയ്യുമോ? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഈ കുനിഞ്ഞിരുന്ന് ചെയ്യുമ്പോൾ മനുഷ്യനാണല്ലോ ഇത് സംഭവിക്കും. അതിനെന്ത് ചെയ്യും? അരുൺ ഷൂറി പറഞ്ഞു ദിസ് ഈസ് ദ റിസർച്ച് വിച്ച് ഈസ് ഗോയിങ് ഓൺ ഇൻ ദേവബന്ദ് യൂണിവേഴ്സിറ്റി റിസർച്ച്. ആൻഡ് ആഫ്റ്റർ പ്രൊട്രാക്ഷൻ ഓഫ് റിസർച്ച് ദേ ഫൗണ്ട് ദ ആൻസർ ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ആസ് എ ഫത്വ. ഇതാണ് അവിടുത്തെ പണ്ഡിതന്മാരുടെ ജോലി, ദേവബന്ദ് യൂണിവേഴ്സിറ്റി. ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നവൻ അരുൺ ഷൂറിയാണ്. ഈവൻ ഹി അറ്റാക്ട് അംബേദ്കർ, ദാറ്റ് വാസ് വെരി ക്രൂവൽ കേട്ടോ. ബട്ട് ഫാക്ട്, വർഷിപ്പിംഗ് ഫോൾസ് ഗോഡ്സ്, അതായിരുന്നു അംബേദ്കറെ പറ്റിയുള്ള പുസ്തകം. ഇതെല്ലാം ചെയ്തവൻ അരുൺ ഷൂറിയാണ്. അരുൺ ഷൂറി ഇന്ന് ഫയറിംഗ് ലൈനിലാണ് ബി ജെ പിയിലെ ബൂത്ത് പ്രസിഡൻറ്റിനോട് ബി ജെ പിയുടെ ശത്രുക്കളുടെ പേരെഴുതാൻ പറയുക. ഒന്ന് അരുൺ ഷൂറി, സുബ്രഹ്മണ്യൻ സ്വാമി 4-മോ 5-മോ ഒക്കെ വരുന്നുള്ളൂ. ബിക്കോസ് ഹീ ഈസ് ഇൻ ട്വിറ്റർ ആൻഡ് ഹീ ഈസ് ആക്റ്റീവ്. മറ്റേ അരുൺ ഷൂറി ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫൈറ്റിന് പോവില്ല. സ്വാമി അങ്ങനെയല്ല. ഐ ഗിവ് ആസ് ഗുഡ് ആസ് ഐ ഗെറ്റ്, അങ്ങനെ തന്നെ മാന്തിട്ട് പോകണ്ട. ഛേടോ മത്, അഗർ ഛേടാത്തോ ഛോടോ മത്. എന്നെ ചൊറിയരുത്, ചൊറിഞ്ഞാൽ പിന്നെ അത് കണക്ക് തീർത്തിട്ട് പോകാവുള്ളൂ, ഞാൻ വിടില്ല. സ്വാമിയുടെ ഒരു സ്റ്റൈലാണ്. ഫ്രം 1962 ഓൺവേർഡ്സ് അതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ. അരുൺ ഷൂറിയുടെ വേറൊരു സ്റ്റൈൽ. ബട്ട് യുവർ എനിമീസ് നമ്പർ 1 അരുൺ ഷൂറി, നമ്പർ 2 ഗോവിന്ദാചാര്യ ഓഫ് എവരിബഡി. എന്തിനാണ് ഇവരെയൊക്കെ ഇങ്ങനെ ഒതുക്കുകയും ആക്രമിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്? ഇപ്പോൾ എക്സിറ്റ് പോൾ വന്ന ദിവസം, എക്സിറ്റ് പോൾ ഓൾമോസ്റ്റ് എവരി ഇതും വന്നു കഴിഞ്ഞു. ഒരു 7 മണിയായപ്പോൾ എല്ലാം കഴിഞ്ഞു, ഫൈനൽ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. 8 മണിക്കാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വീക്ക്ലി വീഡിയോ വേർഡ്സ് ഓഫ് വിസ്ഡം. അക്ഷോഭനായിട്ടിരുന്ന ആ മനുഷ്യൻ പറയുന്നു 240 ക്രോസ് ചെയ്യില്ല കേട്ടോ. എന്തൊരു ചീത്ത വിളിയായിരുന്നു. ലോകം മുഴുവൻ 400 ക്രോസ് ചെയ്യും, 370 കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് സകല എക്സിറ്റ് പോളും വന്നു കഴിഞ്ഞപ്പോൾ ഈ വൃദ്ധനിരുന്നുകൊണ്ട് സൂത്രത്തിന് പറയുന്നു ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ക്രോസ് 240. ആൻഡ് റിസൾട്ട് വന്നപ്പോഴോ കൃത്യം, ദാറ്റ് വാസ് പ്രൂവ്ഡ് റൈറ്റ്. അപ്പോൾ പക്ഷേ അത് ചെയ്തു എന്നുള്ള പേരിൽ അദ്ദേഹം ഹിന്ദു ദ്രോഹിയോ ഒന്നും ആകുന്നില്ല. ഹി ഹാഡ് ഹിസ് ഇൻഫർമേഷൻ, ഗ്രൗണ്ട് ഇൻഫർമേഷൻ. ഈസ് ആൻ ഓൾഡ് പൊളിറ്റീഷ്യൻ. 50 വർഷം ആ വീഡിയോയിൽ തന്നെ ഇരിക്കുന്നവർ, ഡിസ്കഷനാണ്, ഇരിക്കുന്നവർ ചോദിക്കുന്നുണ്ട് എന്താണ് അങ്ങയുടെ സോഴ്സ് എന്താ ഇത് പറയാൻ. പുള്ളി പറഞ്ഞു 50 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ്, ഇതാണ് എൻ്റെ സോഴ്സ്. ഫോർ ദ പാസ്റ്റ് 50 years ഐ നോ ഭാരത്, ദാറ്റ് ഈസ് മൈ സോഴ്സ്. ശരി ആയിക്കോട്ടെ, ബട്ട് ഹീ ഈസ് നോട്ട് യുവർ എനിമി. അരുൺ ഷൂറി ഈസ് നോട്ട് യുവർ എനിമി. ആൻഡ് യു മിസറബിളി ഫെയിൽ ടു ക്രിയേറ്റ് എ നറേറ്റീവ് വിച്ച് ദേ ആർ ക്രിയേറ്റിംഗ്. ഈ സോക്കോൾഡ് നാഷണൽ ഹെറാൾഡ് കേസ് UPA സർക്കാരിൻ്റെ കാലത്ത് സ്വാമി കൊടുത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ, ചെറിയ കക്കൂസ് പോലത്തെ മജിസ്ട്രേറ്റ് കോടതികളാണ് ഡൽഹിയിലൊക്കെ ഉള്ളത്. 30 ഹസാരി ഇങ്ങനെയൊക്കെ പറയും. 30 ഹസാരിയിൽ പോയി നോക്കുമ്പോൾ നിന്ന് തിരിയാൻ സ്ഥലമില്ല. അവിടെ വലിയ ബിൽഡിങ്ങാണ്, 100-300 മറ്റോ കോടതിയുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് പോയി നിൽക്കാൻ സ്ഥലമില്ല കോടതിയിൽ, അത്രയ്ക്ക് ചെറുതാണ്. അങ്ങനെയുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് പ്രൈമ ഫേസി കേസുണ്ടെന്ന് കണ്ട് സമൻസ് അയച്ചിട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോടതിയിൽ വരുത്തിയ പ്രൈവറ്റ് കേസാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ. അതിൻ്റെ പുറത്താണ് BJP ബേൽഗാഡി പർജാറെ. ഫൈൻ, യു ടേക്ക് ദാറ്റ്. ബട്ട് ദെൻ ആ കേസിൻ്റെ പേര് പറയാൻ നിങ്ങൾക്ക് പേടി. സ്വാമിയുടെ പേര് പറയണേ, കേസിൻ്റെ പേര് പറയണ്ടേ?
നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് പറയുന്നത്. അതിനുശേഷം രാഹുൽ ഗാന്ധിയെ സോണിയാഗാന്ധിയെ ഇവർ ചോദ്യം ചെയ്തു ഇ ഡി. സബ്സീക്വൻറ്റ് കേസാണ്. അതിൽ ഇ ഡിയുടെ കംപ്ലയിൻറ്റ് കൊടുത്തത് സ്വാമിയാണ്. ഇ ഡിക്ക് ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് വേണമല്ലോ. 1 കോടി രൂപ കൈവായ്പ വാങ്ങിച്ചു ഈ യങ് ഇന്ത്യ എന്ന കമ്പനി രാഹുൽ ഗാന്ധിയുടെ. 1 കോടി രൂപ കൽക്കട്ടയിലെ ഒരു കമ്പനി അവർക്ക് കൈവായ്പ കൊടുക്കുന്നു. ഏതായി കമ്പനി, എന്താ അവരുടെ അസറ്റ്, ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ 1 കോടി രൂപയില്ല. അപ്പോൾ അത് ബ്ലാക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫാക്റ്റ് വെച്ചിട്ട് ഇ ഡിക്ക് സ്വാമി കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. ആ കംപ്ലയിൻ്റാണ് ഇ ഡി കേസാക്കി മാറ്റി ഇവരെ അന്വേഷിച്ചത്. ശരി, നിങ്ങൾ യു ഹെയ്റ്റ് സുബ്രഹ്മണ്യൻ സ്വാമി, ഡോണ്ട് അട്ടർ ഹിസ് നെയിം, അദ്ദേഹത്തിൻ്റെ പേര് പറയണ്ട. നിങ്ങൾക്ക് കേസ് പറയാമല്ലോ, ഇതാണ് കേസ്. സോ ഞാൻ പറയുന്നത് ഇതൊന്നും എനിക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ട്. യെസ്, ഐ നോ ദീസ് പീപ്പിൾ. എനിക്ക് റാം മാധവുമായിട്ട് അറിയാം, സുബ്രഹ്മണ്യൻ സ്വാമിയെ അറിയാം, ഗോവിന്ദാചാര്യ അറിയാം, ഗുരുമൂർത്തി അറിയാം, രൺഷൂറി അറിയാം. പലതും അൺഈക്വൽ റിലേഷൻ ആണെന്നേ ഉള്ളൂ. എനിക്ക് അവരെ അറിയാം. ഞാൻ പറഞ്ഞില്ലേ വൈദ്യനാഥൻ സാറിൻ്റെ കാര്യം. ഇതുപോലെ ഐ ആം അറ്റ് ദെയർ ഡിസ്പോസൽ ആൻഡ് അവരുടെ ആവശ്യം വരുമ്പോൾ, എൻ്റെ ആവശ്യം വരുമ്പോൾ ഐ ആം അറ്റ് ദെയർ മേഴ്സി. ഇതാണ് അൺഈക്വൽ റിലേഷൻ. നമ്മളെ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ അവർ ഫോൺ എടുത്താലായി, എടുത്തില്ലെങ്കിലായി, തിരിച്ച് വിളിച്ചാലായി, വിളിച്ചില്ലെങ്കിലായി. പക്ഷേ അവർ ഫോൺ വിളിച്ചാൽ അപ്പോൾ തന്നെ ഞാൻ എടുക്കണം. ഇങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടല്ലോ. അത് അത്രയേ ഉള്ളൂ എന്നും കൂടെ ബോധ്യപ്പെടുത്താൻ ഞാൻ പറയുകയാണ്. അത് ഞാൻ കൊമ്പനാണെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. ഇങ്ങനത്തെ റിലേഷൻ. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹെയ്റ്റ് ഓൾ ദിസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ക്രിട്ടിസൈസിങ് യു ഫോർ യുവർ ഷോർട്ട് കമ്മിങ്സ്. ദേ ആർ യുവർ വെൽ വിഷേഴ്സ്. ഇതാദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ പല പ്രശ്നങ്ങളും ഒതുങ്ങി കിട്ടും. ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് ഈ നരേറ്റീവിൻ്റെ ഇപ്പോൾ തന്നെ അതാണ് ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഗുണം ബി ജെ പിക്ക് കിട്ടി. കഴിഞ്ഞ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ, ഛത്തീസ്ഗഡ് തോറ്റു തുന്നമ്പാടം എന്ന് പറഞ്ഞാൽ അത് ജയിപ്പിച്ചത് യൂട്യൂബേഴ്സാണ്. മധ്യപ്രദേശ് യൂട്യൂബേഴ്സാണ് ജയിപ്പിച്ചത്. രാജസ്ഥാൻ യൂട്യൂബേഴ്സാണ് ജയിപ്പിച്ചത്. ഈ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് സോഷ്യൽ മീഡിയ ഇല്ലാതാകുന്നില്ല, അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതാകുന്നില്ല. വരുന്ന തലമുറ, നിങ്ങളിനി 5 വർഷം കഴിഞ്ഞ് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പോഴത്തേക്ക് ഈ 13 വയസ്സുകാരൻ 18 വയസ്സുകാരനായിട്ട് വോട്ടവകാശം കിട്ടും. അവനോട് പിന്നെ സ്വാതന്ത്ര്യ സമരം, അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ മനസ്സിൽ ആ സാധനം ഇല്ല. എന്നോട് പിള്ളേർ ചോദിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ എന്താണെന്നല്ല, അയോധ്യ എന്താ ചേട്ടാ ഈ ബാബറി മസ്ജിദ്, ദേ ഡോണ്ട് നോ ഇറ്റ് ഹാപ്പൻഡ് ഇൻ 1992. വർഷം എത്ര കഴിഞ്ഞു? ഞാൻ ആ സമരത്തിൽ ബഹളം വയ്ക്കാൻ ഞാനുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ശേഷം ജനിച്ച എത്രയോ കുട്ടികൾ, അവരാണിപ്പോൾ ഭൂരിപക്ഷം കേരളത്തിൽ, അവർക്കിതറിയില്ലല്ലോ. ആര് പറയുന്നു അവരോട്? സോ അൺലെസ് യു കീപ് യുവർ പീപ്പിൾ അവെയർ, കണ്ടിന്യൂസ്ലി അവെയർ അബൌട്ട് വാട്ട് ഹാപ്പൻ, വാട്ട് ഈസ് യുവർ ഹിസ്റ്ററി, വാട്ട് ഈസ് ദ റിയൽ ഹിസ്റ്ററി ആൻഡ് വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ, വാട്ട് ഈസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറയാനായിട്ട് 10,000-കണക്കിന് യൂട്യൂബേഴ്സ്, ഫേസ്ബുക്കിൽ, ട്വിറ്ററിൽ നിങ്ങൾക്ക് ആൾ വേണം. അവരെ നിങ്ങളൊന്നും ചെയ്യേണ്ട, 10 പൈസ കൊടുക്കണ്ട, ഉപദ്രവിക്കാതിരുന്നാൽ മതി. അതെ, അവരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ തടഞ്ഞാൽ മതി. ഇതിൻ്റെ ക്ലാസിക് കേസാണ് നൂപുർ ശർമ്മ. രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ഓപ്പോസിഷനായി അടുത്ത കാര്യം അങ്ങനെ ആദ്യം ചെയ്തത് സാം പിട്രോഡെ അപ്പോയിൻ്റ് ചെയ്തു, ഇല്ലേ? അതെ. സാം പിട്രോഡ മാപ്പ് പറയുകയോ എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. സാം പിട്രോഡ അങ്ങനെ തന്നെ നിൽക്കുന്നു, കേരളത്തിലുള്ളവർ ആഫ്രിക്കക്കാരാണ് എന്നൊക്കെയുള്ള അങ്ങനെ പരാമർശം. പ്ലസ് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ, നിങ്ങളെയൊക്കെ 55% താലി പൊട്ടിച്ച് കണ്ടവന് കൊടുക്കുന്നൊക്കെ, അതെല്ലാം പറഞ്ഞത് തന്നെ. ആ സാം പിട്രോഡയെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. ബട്ട് വാട്ട് അബൌട്ട് നൂപുർ ശർമ്മ? നൂപുർ ശർമ്മ ഈസ് നോട്ട് റീഇൻസ്റ്റേറ്റഡ്. യു ത്രൂ ഹർ അണ്ടർ ദ ബസ് വെൻ എ ക്രൈസിസ് കെയിം. നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾ സംരക്ഷിക്കുകയില്ലെങ്കിൽ ആൾക്കാർ പേടിച്ചു പോകും. ജീവഭയം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല. ഈ സ്ഥിതി, ഒരുത്തൻ വെള്ളമടിച്ചിട്ട് അവനവസാനം പട്ടാൻ കടിക്കുന്നു. ഞാൻ കാള് പിടിച്ചപ്പോൾ പറഞ്ഞു, പിണറായി വിജയനെ ചീത്ത പറഞ്ഞു ഗൾഫിൽ. അവനെ അവിടെ നിന്ന് പൊക്കി ഇവിടെ കൊണ്ടുവന്ന് ജയിലിലിട്ട് പിണറായി വിജയൻ. വിൽ മോദി ഡു ദാറ്റ്? यू फील सबका साथ, सबका प्रयास, सबका विश्वास, सब कुछ सबके लिए. अब ये सब बंद करो. जिसका साथ उसका विकास. आपके साथ हिंदू है, हिंदुओं का विकास देखिए, बाकी छोड़ दीजिए. आने वाले नहीं हैं आपके साथ, नहीं आएंगे.
छोड़ दो उनको, बंद करो ये नाटक सब. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.